ഗുഡ് മോർണിംഗ്. നമ്മുടെ ഇന്നത്തെ സുന്ദരിക്കുട്ടികൾ ഇവരാണ്, എൻ്റെ അഡീനിയം സുന്ദരിക്കുട്ടികൾ. രണ്ടാമത്തെ പ്രൂണിങ് കഴിഞ്ഞതിന് ശേഷം കൃത്യം 2 മാസമായപ്പോഴേക്കും നിറയെ പുട്ടുകളും പൂക്കളൊക്കെ ആയി നല്ല സുന്ദരി കുട്ടിയായിട്ട് വന്നിട്ടുണ്ട്. പ്രൂൺ ചെയ്ത് കൊടുത്താലാണ് നമ്മുടെ അഡീനിയം തമ്മ കുറേ ഷൂട്ട്സുകൾ വന്ന് നിറയെ മുട്ടുകളും പൂവുകളൊക്കെ ഉണ്ടാവുള്ളൂ. ഇതിപ്പോൾ കുറേ ഷൂട്ട്സ് വന്നിട്ടുണ്ട്. അതിലെല്ലാ ഷൂട്ട്സിലും ഇതുപോലെ നിറയെ മുട്ടുകളും ഉണ്ടായി നിൽക്കുന്നുണ്ട്. അപ്പോൾ പ്രൂൺ ചെയ്ത് കൊടുത്ത് നല്ല ഗ്രോത്ത് മിക്സ്ചറൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അഡീനിയം ഇതുപോലെ നല്ല ഭംഗിയിൽ നല്ല സുന്ദരി കുട്ടിയായിട്ട് വന്ന് നിൽക്കും. ഇതെൻ്റെ ഗ്രാഫ്റ്റിംഗ് അഡീനിയാണ്. സാധാരണ നോർമലായിട്ടുള്ള അഡീനിയം പോലെയല്ല, നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അതൊക്കെ എൻ്റെ ഈ ചാനലിലെ വീഡിയോയിൽ ഞാൻ എല്ലാം വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ പൂക്കളൊക്കെ ഉണ്ടാവാൻ തുടങ്ങി. നല്ല സുന്ദരി കുട്ടിയായിട്ട് നല്ല വെയിലത്ത് 2 ദിവസം കൂടുമ്പോൾ മാത്രം വെള്ളം കൊടുക്കുക. അതുപോലെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ഇതുപോലെ നല്ല പൂക്കളൊക്കെ കിട്ടി നന്നായിട്ട് വരും. ഇത് പ്രൂൺ ചെയ്ത് മാറ്റിയ തണ്ടുകൾ ഞാൻ വേര് പിടിപ്പിക്കാനായിട്ട് കുഴിച്ചിട്ടിരുന്നു. പക്ഷേ ഇതിന് വേര് പിടിച്ച് കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുറേ കുത്തിയിട്ട് ഒരെണ്ണം മാത്രമാണ് എനിക്കൊന്ന് പിടിച്ച് കിട്ടിയത്. നമുക്ക് പ്രൂൺ ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് തോന്നും ചെടി ഇങ്ങനെ നന്നായിട്ട് നിൽക്കുമ്പോൾ. പക്ഷെ പ്രൂൺ ചെയ്താലാണ് അതിൻ്റെ കോഡെക്സ് ഒക്കെ നല്ല വണ്ണൊക്കെ വെച്ച് പിന്നെ കുറേ ഷൂട്ട്സുകളൊക്കെ ഉണ്ടായി വരികയുള്ളൂ. ഞാനിത് ഓൺലൈനിൽ നിന്ന് മേടിക്കുമ്പോൾ ഒരു ഷൂട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഫസ്റ്റ് പ്രൂണിങ് കഴിഞ്ഞപ്പോൾ 1-2 ഷൂട്ട്സ് വന്നു. പിന്നെ ഇതിപ്പോൾ സെക്കൻഡ് പ്രൂണിങ് കഴിഞ്ഞപ്പോൾ ഇതുപോലെ ഇതിൽ നിന്ന് തന്നെ ഇവിടെ വെച്ച് പ്രൂൺ ചെയ്ത് കൊടുത്ത് ഞാൻ. അപ്പോൾ ഇതൊരു 6-7 ഷൂട്ട്സുകൾ വന്ന് അതിലൊക്കെ മുട്ടുകൾ ഉണ്ടായി നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ അഡീനിയം പോലെയല്ല, ഗ്രാഫ്റ്റിംഗ് അഡീനിയം നമ്മൾ മേടിക്കുമ്പോൾ വാങ്ങിച്ച് വെക്കുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അതൊക്കെ എൻ്റെ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്.